വവ്വാലുകൾ അധികമുള്ള സ്ഥലങ്ങളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിപ്പ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ മരണസാധ്യത 70% IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. മലയാളികൾക്ക് ഇതിനകം സുപരിചിതമായിട്ടുള്ള ഒരു വൈറസ് തന്നെയാണ് നിപ്പ. ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് പകരാൻ അധികം കഴിവില്ലാത്ത ഒരു വൈറസാണ് നിപ്പ എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണസാധ്യത 70% നിപ്പ ഉണ്ടാക്കുന്ന വൈറസ് സ്വാഭാവികമായിട്ടും വവ്വാലുകളിലാണ് സാധാരണ പ്രകൃതിയിൽ കാണപ്പെടുന്നത്. എല്ലാ വവ്വാലുകളിലും ഇല്ലെങ്കിലും ചില വവ്വാലുകളിൽ ഇവ കാണപ്പെടുകയും അവയുടെ സ്രവങ്ങൾ നിലത്ത് വീഴുമ്പോൾ ആ സ്രവങ്ങളിൽ ചവിട്ടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്രവങ്ങൾ പറ്റിയിട്ടുള്ള ഫലങ്ങൾ ഭക്ഷിക്കുകയോ ചെയ്യുമ്പോഴാണ് നിപ്പ ബാധിക്കുന്നത് എന്നുള്ളതാണ് നിഗമനം. ഫലപ്രദമായിട്ടുള്ള ആൻറ്റിവൈറൽ ചികിത്സ ഇല്ലാത്ത അനേകം വൈറസുകളിൽ ഒന്നാണ് നിപ്പ. അത് വരാതെ നോക്കാനുള്ള പ്രതിരോധങ്ങൾ പ്രധാനമായും നിലത്തുകൂടി നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക, പാദരക്ഷ കൂടാതെ പറമ്പിലും മറ്റും നടക്കാതിരിക്കുക, വവ്വാലുകൾ അധികമുള്ള പ്രദേശമാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക, ചത്ത വവ്വാലുകളെയോ അല്ലെങ്കിൽ മുറിവേറ്റ വവ്വാലുകളെയോ വവ്വാൽ കുഞ്ഞുങ്ങളെയോ യാതൊരു കാരണവശാലും സമീപിക്കരുത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അധികൃതരെ അറിയിക്കുകയാണ് വേണ്ടത്. വളരെ അപൂർവമായി മാത്രമേ ഈ നിപ്പ രോഗം മനുഷ്യരിൽ കണ്ടുവരുന്നുള്ളൂ. കേരളത്തിന് പുറമെ ബംഗ്ലാദേശിൽ ഈ രോഗം ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രത്യേക പട്ടികയിൽപ്പെടുന്ന ഒരു വൈറസ് തന്നെയാണ് നിപ്പ. അതിന് കാരണം പാൻഡമിക് പൊട്ടൻഷ്യൽ ഉള്ള വൈറസ് ആണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അധികം പേരിലേക്ക് ഇതിന് വ്യാപിക്കാൻ ശക്തിയില്ലെങ്കിലും ഭാവിയിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതീവ അപകടകരമായിട്ടുള്ള അവസ്ഥയായതിനാലാണ് നിപ്പയെ ഈ പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിപ്പയുടെ സാന്നിധ്യം വളരെ ഗൗരവമേറിയ ഒന്നാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്.